കുലാമൃതൈക രസിക എന്ന് തുടങ്ങുന്ന നാമത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലളിതാ സഹസ്രനാമത്തിൽ 90ാമത്തെ നാമമാണ്. കുലമാകുന്ന മാർഗത്തിൽ അതിലുണ്ടാകുന്ന അമൃതപ്രവാഹത്തിൽ കുല അമൃത രസിക, അതിനെ രസിക്കുന്നവൾ, അതിനെ ആസ്വദിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ നേരായ അർത്ഥം. കുലം എന്ന് വെച്ചാൽ മൂലാധാരം മുതലായ 6 ചക്രങ്ങളും ആണ്. അതുപോലെ ഇട, സുഷുമ്ന, പിംഗള നാഡീത്രയങ്ങൾ, സൂര്യസോമാഗ്നി മണ്ഡലങ്ങൾ, ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി മുതലായ ഗ്രന്ഥി ഭേദനങ്ങൾ എന്നൊക്കെയുള്ള സാങ്കേതിക പദങ്ങളുണ്ടെന്ന് പറയപ്പെട്ടു. ഈ അഭ്യാസം കൊണ്ട്, കുണ്ടലിനി യോഗം എന്ന് പറയുന്ന സാധനാഭ്യാസം കൊണ്ട് അതിലുണ്ടാകുന്ന അമൃതപ്രവാഹത്തെ ആസ്വദിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൂടുതലും രാജയോഗികളാണ് ഈ സാധന ചെയ്യുന്നത്. ഇന്നും അങ്ങനെയാണ് കാണപ്പെടുന്നത്. പക്ഷേ ഗാണഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും ദേവി ഭക്തന്മാരും ശിവഭക്തന്മാരും എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മളിപ്പോൾ വള്ളിക്കാവിൽ അമ്മയെ കാണാൻ എങ്ങനെ എത്തി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ചിലരൊക്കെ പ്രധാനമായിട്ടുള്ള വഴികളാണ് നമ്മൾ പറയുന്നത്. ഞാൻ ട്രെയിനിൽ വന്നു എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നടന്നായിരിക്കും ബസ് സ്റ്റോപ്പിലെത്തിയത്, അവിടെ നിന്ന് ഓട്ടോ പിടിച്ചെത്തിയതായിരിക്കും, അല്ലെങ്കിൽ ട്രെയിനിൽ കയറി അവിടെ നിന്ന് വീണ്ടും ബസ് പിടിച്ചു, അല്ലെങ്കിൽ കാർ എടുത്തു. ചിലർ വള്ളിക്കാവ് വരെ സൈക്കിളിൽ പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, പാലം കയറി പോകുന്നവരുണ്ട്, പാലം ചുറ്റി വരുന്നവരുണ്ട്. പക്ഷേ ഇതിനൊന്നും നമ്മൾ ബാക്കിയുള്ള വഴികളെയൊന്നും നമ്മൾ പ്രധാനമായിട്ട് പറയാറില്ല. നമ്മൾ മുഖ്യമായിട്ട് എന്ത് സാധനം ഉപയോഗിച്ചു അതിനെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ രാജയോഗികൾ ഓരോരുത്തരും സംയുക്തമായിട്ടുള്ള പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. എങ്കിലും അവരവർ സഞ്ചരിച്ചുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗത്തെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ എടുത്ത് പറയുന്നത്. ഇത് കേവലം രാജയോഗികൾക്ക് മാത്രം ഉള്ളതല്ല, ഇത് ഭക്തന്മാർക്കും ഇത് ബാധകമാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 80ലേറെ നാമങ്ങൾ കുണ്ടലിനി യോഗത്തെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. കുലാമൃതൈകർസിക എന്നുള്ള മന്ത്രത്തിൽ കു എന്നുള്ള അക്ഷരം ഭൂമി തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമി തത്വത്തെ മൂലാധാരത്തിനോട് ബന്ധപ്പെടുത്തിയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് കുലം എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം. കുലം എന്നുള്ളതിന് സമൂഹം എന്നൊരു അർത്ഥമുണ്ട്, അതല്ലാണ്ട് ഭൂമി തത്വത്തോട് സംബന്ധപ്പെട്ടുള്ളത് എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയാണ് ഈ മാർഗത്തെ നമ്മൾ കൗലമാർഗം എന്ന് പറയുന്നത്. കുലം അല്ലെങ്കിൽ മൂലാധാരത്തിനോട് ബന്ധമുള്ളത് എന്നുള്ള അർത്ഥത്തിൽ കൗലമാർഗം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ അറിഞ്ഞിരിക്കേണ്ട സാങ്കേതിക പദങ്ങളാണ്. കൗലമാർഗ തത്പരസേവിത എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ പറയും. ഈ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ഒരു ഭക്തൻ്റെ ഭക്തി കൊണ്ടും പ്രാണായാമാദി സാധനങ്ങളെ കൊണ്ടും ജ്ഞാന സാധനങ്ങളെ കൊണ്ടും ഉണരുന്നു. അങ്ങനെ ദേവി മൂലാധാരത്തിൽ നിന്ന് ഉയരുന്നു, അവിടെ നിന്ന് ഉണരുന്നു, ഉയരുന്നു, അടുത്ത ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്നും അതിൻ്റെ അടുത്ത ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഈ 2 ചക്രത്തിൻ്റെ ഇടയ്ക്ക് മൂലാധാരത്തിൻ്റെയും സ്വാധിഷ്ഠാനത്തിൻ്റെയും നടുക്ക് ആ മാർഗം ചെറുതാണെന്നും അത് ഗ്രന്ഥി പോലെയാണെന്നും ഈ ഗ്രന്ഥി ഈ ശക്തിപ്രവാഹത്തിന് വേഗത കൂട്ടുവാനത് സഹായിക്കും എന്നും അത് സ്വാധിഷ്ഠാനത്തിൻ്റെ മുകളിലും സ്വാധിഷ്ഠാനത്തിൻ്റെ താഴെയും ഈ ഗ്രന്ഥി ഉണ്ടെന്നും അതിനെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയും. സ്വാധിഷ്ഠാനത്തിൽ നിന്നും അതിൻ്റെ അടുത്ത ചക്രമായ മണിപൂരക ചക്രത്തിലേക്ക് പോകുന്നു. മണിപൂരകത്തിൻ്റെയും അനാഹതത്തിൻ്റെയും ഇടയ്ക്ക് മണിപൂരകത്തിൻ്റെ മുമ്പിലും മണിപൂരകത്തിൻ്റെ മുകളിലും ആയിട്ട് ഒരു ഗ്രന്ഥികൾ അതുപോലെ കുറുകിയ വഴിയുണ്ടെന്നും അത് ഈ ശക്തി സഞ്ചാരത്തിന് വേഗത കൂട്ടുവാൻ സഹായിക്കും എന്നും അതിനെ വിഷ്ണുഗ്രന്ഥി എന്നും അനാഹത ചക്രത്തിൽ നിന്നും വിശുദ്ധി ചക്രത്തിൻ്റെ ഇടയ്ക്ക് അതേപോലെ ഒരു ഗ്രന്ഥി ഉണ്ടെന്നും വിശുദ്ധി ചക്രത്തിൻ്റെ മുകളിൽ ആജ്ഞാചക്രത്തിൻ്റെ മുമ്പിൽ ഒരു ഗ്രന്ഥി ഉണ്ടെന്നും
അതിനെ രുദ്രഗ്രന്ഥി എന്നും, ഇങ്ങനെ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന് ഗ്രന്ഥികൾ ഉണ്ടെന്നും ആ ഗ്രന്ഥി ഭേദനം ചെയ്ത് ദേവി സഹസ്രാര ചക്രത്തെ പ്രാപിക്കുന്നു. അവിടെയുള്ള സഹസ്രദളത്തിൽ ശിവതത്വത്തിനോട് സാമരസ്യം ഒന്നിക്കുന്നു എന്നും ഈ ശിവശക്തിമാരുടെ സംയോഗം കൊണ്ട് അമൃതപ്രവാഹം ഉണ്ടാകുന്നു എന്നും ആ അമൃതപ്രവാഹം നമ്മുടെ സർവ്വശരീരത്തിലും പ്രവഹിക്കുന്നതായിട്ടും ഈ ശരീരത്തിലുള്ള പൃഥ്വി തേജോ വായു ആകാശാദി ഭൂതങ്ങളെയും അതിനൊക്കെ ഈ ഓരോ ആധാരങ്ങളിലും ഓരോ തത്വങ്ങൾ, ഭൂമിതത്വം, അഗ്നിതത്വം, ആകാശതത്വം ഇതൊക്കെ ഉണ്ട്. സൂര്യസോമാഗ്നി മണ്ഡലങ്ങളുണ്ട്. ഈ ശരീരത്തെ തന്നെ ശ്രീചക്രമായിട്ടും എന്നൊക്കെയാണ് ഇതിൽ വിശദമായിട്ട് പറയുന്നത്. ഈ പ്രക്രിയയെ ഏറ്റവും ചുരുക്കത്തിൽ സൗന്ദര്യലഹരിയിൽ സുധാധാരാസാരൈഹി ചരണയുഗളാന്തൈർവിഗളിതൈഹി പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാംനായ മഹസ്സ അവാപ്യസ്വാം ഭൂമിം ഭുജഗനിവം ഉദ്ദിഷ്ടവലയം സ്വമാത്മാനം കൃത്വ സ്വപിഷി കുലകുണ്ടേ കുഹരിണി എന്ന് ഈ ചക്രഭേദനം കഴിഞ്ഞ് ശിവശക്തി സാമരസ്യം കഴിഞ്ഞ് ദേവി വീണ്ടും മൂലാധാരത്തെ പ്രാപിക്കുന്നതായിട്ടും അവിടെ 3.5 വലയമായിട്ട് ഒരു കുണ്ടല രൂപത്തിൽ ദേവി അവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ടും സൗന്ദര്യലഹരിയിൽ ഈ യോഗ പ്രക്രിയയെ വർണ്ണിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.